ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണല്ലോ കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ സാർ ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഒരു ട്രാഫിക് പോലീസുമായിട്ടുള്ള പ്രോബ്ലം കൈകാര്യം ചെയ്ത രീതി ഒരിക്കൽ സാർ പറഞ്ഞതെന്ന് എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി. സാർ എന്നതൊന്ന് വിവരിക്കാൻ പറ്റുമോ? അത് ആര്യ രാജേന്ദ്രനും ഒരു KSRTC ഡ്രൈവറും തമ്മിൽ തിരുവനന്തപുരത്ത് പാളയം ജംഗ്ഷനിൽ ഏതാനും ദിവസം മുമ്പ് നടന്ന ഒരു തർക്ക പ്രശ്നം. അത് വളരെ ചെറിയൊരു പ്രശ്നം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ, അത് പിന്നെ ഗതാഗത ലംഘനമായാലും അതുപോലെയുള്ള ചെറിയ ചെറിയ ഓഫൻസസ്, റോഡ് നിയമങ്ങളിൽ ലംഘിക്കുന്നതിലും ഒക്കെ ചെയ്യുന്ന വീഴ്ചകളിൽ ഒരു സാധാരണ പൗരൻ്റെ രീതിയിൽ പെരുമാറാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ അധികാരമുള്ളവർക്ക് എന്ത് ധാർഷ്ട്യവും കാട്ടാം, ഏത് പരിധി വരെയുള്ള ലംഘനം പോലും ഞങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റും എന്ന ഒരു ഗർവിന് കേരളത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുള്ള പല അനുഭവങ്ങളുമുണ്ട്. സാർ സൂചിപ്പിച്ച പിന്നെ യശസ്വരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, അന്ന് തിരുവനന്തപുരം സിറ്റിയിൽ ഈ ഗതാഗത നിയമം കർശനമാക്കാൻ അന്നത്തെ ഒരു IG ഹേമചന്ദ്രൻ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ തെറ്റായ പാർക്കിംഗ്, പിന്നെ സീബ്ര റോഡിലെ പാർക്കിംഗ്, എങ്ങനെ ചെറുതും വലുതുമായ ഏത് ട്രാഫിക് ഒഫൻസും കൈയോടെ നേരിടണം, അതിന് ശിക്ഷ കൊടുക്കണം എന്ന് അത് ഒരു നിർദ്ദേശം പോലീസുകാരുടെ ഇടയിൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോഴാണ് ഈ പോലീസുകാർ ഈ കാര്യങ്ങളിങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വരുമ്പോഴാണ് പിന്നെ തിരുവനന്തപുരം സിറ്റിയിലെ ബേക്കറി ജംഗ്ഷനിൽ ഒരു റോങ് സൈഡിൽ ഒരു പാർക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സ്വകാര്യ കാറ് റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു, പാർക്കിംഗ് പാടില്ലാത്ത സ്ഥലത്ത്. അവരിത് കൃത്യമായി അവിടെ ചെന്ന് ആ കാറിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, യു ആർ ബുക്ക്ഡ് എന്ന അർത്ഥത്തിൽ. അല്പം കഴിഞ്ഞപ്പം ആ കാറിലേക്ക് സഞ്ചരിച്ചിരുന്ന ആൾ അതിൽ തിരിച്ചു വന്ന് കയറി. അപ്പോൾ ഈ പോലീസുകാരെല്ലാം അങ്കലാപ്പിലായി. അത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിരുന്നു. അപ്പോൾ പോലീസുകാർ അബദ്ധം പറ്റിയല്ലോ എന്ന അർത്ഥത്തിൽ ഈ IG വിളിച്ചു, ഇങ്ങനെ ഒരു കുഴപ്പം പറ്റി, ഇനി വല്ലതും സംഭവിക്കുമോ, എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്നറിയാതെ അവർ വിഷമത്തിലായി. അപ്പോൾ IG ഹേമേന്ദ്രൻ ഇത് മനസ്സിലാക്കിയിട്ട് ക്ലിഫ് ഹൗസിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ എടുത്ത് ഒരു പോലീസ് സംഘത്തെ അയച്ചു. ഇങ്ങനെ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക പോലീസുകാർ ഈ കാറിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ IG നിർദ്ദേശിച്ച പോലീസുകാർ ക്ലിഫ് ഹൗസിൽ ചെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അതിനെന്താണ് പെനാൽറ്റി, അതിന് പിന്നെ എത്രയാണെന്ന് വെച്ചാൽ ആ തുക എഴുതിക്കോളൂ, എന്നിട്ട് അതിൻ്റെ രസീത് തന്നോളൂ എന്ന് പറഞ്ഞ് ആ ട്രാഫിക് ഒഫൻസിനുള്ള ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന പെനാൽറ്റി മുഖ്യമന്ത്രി ഭാര്യയ്ക്ക് വേണ്ടി അടച്ചു, രസീത് വാങ്ങി. അത് ആരും അറിയാതെ, ഒരു പ്രശ്നമില്ല, ഒരു ശല്യമില്ല. ഇല്ല. ഇത് ഹേമചന്ദ്രൻ എന്ന IPS ഓഫീസർ, റിട്ടയർ ചെയ്ത ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലെ ഒരു പ്രധാന സംഭവമായി ഈ ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ഓർക്കുകയുണ്ടായി. അപ്പോൾ ഇതേപോലെ തന്നെ വയലാർ രവിയുടെ കേസിലും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ എതിർവശത്ത് നിന്ന് വന്ന വാഹനമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. പോലീസുകാർ ചാടിക്കയറി മറ്റേ കാറുകാരനെ ആക്രമിക്കാൻ ചെല്ലുന്ന പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ വയലാർ രവി തന്നെ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് പറ്റിയിരിക്കുന്നതാണ്, അവരെ വിട്ടേക്കെന്ന് പറഞ്ഞു. ആ പ്രശ്നം അവിടെ വെച്ച് തന്നെ പരിഹരിച്ചു. അതേപോലെ നമ്മുടെ പഴയ ചീഫ് മിനിസ്റ്റർ PK വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. പലപ്പോഴും ട്രിവാൻഡ്രത്ത് അവിടെ നിന്നുള്ള KSRTC ബസ്സിൽ ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലരും നല്ല രീതികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നടന്നത് വളരെ മോശം സംഭവമായിപ്പോയി. എല്ലാവരും അധികാരം ഉണ്ട്, അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാനും ആരാധ്യ എന്ന് വിളിക്കപ്പെട്ട് അതിൻ്റെ ഒരു സുഖം ആസ്വദിച്ചിട്ട്
എല്ലാവരും നമ്മളെ ആരാധിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ പ്രകടിപ്പിച്ചത്. അത് വിനയം എന്ന് പറയുന്നതും യജമാനൻ ജനമാണ് എന്ന തിരിച്ചറിവില്ലാത്തതും നമ്മുടെ ചില പുതിയ നേതാക്കളുടെ കുഴപ്പമാണ്. തങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ പബ്ലിക് സപ്പോർട്ടിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു പദവി, ആ പദവിയുടെ അർത്ഥവും അർത്ഥശൂന്യതയും തിരിച്ചറിയാത്ത നേതാക്കൾ ഇപ്പോൾ ധാരാളമുണ്ട്. ഇത് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇത് ഇവരുടെ ഏതോ യോഗ്യത കൊണ്ട് കിട്ടിയതാണ്. ഇത് താൽക്കാലികമായി ജനങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. ആ ജനസേവനത്തിന് ലഭിച്ച ആ അവസരം നല്ല ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങളുടെ മേൽ ഇത് കുതിര കയറാനുള്ള അവസരമായി ഉപയോഗിക്കുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരു സങ്കല്പമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വൈകല്യം ഒരുപക്ഷെ വേണ്ടത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, പക്വതയും വിവേകവും ഇല്ലാത്ത ആളുകൾ വലിയ പദവികളിലെത്തുന്നതാണ്. അത് ഒഴിവാക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് വിവേകവും വിദ്യാഭ്യാസവും ഉണ്ടാകുക, അതല്ലാതെ വേറെ തരമില്ല. ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ സമാനമായ പല ചിത്രങ്ങളും കൗതുക ചിത്രങ്ങളും കണ്ടു. തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഒന്നാം ഫേസിൽ രാമൻ ഒരു വലിയ ക്യൂവിൽ ഏറ്റവും അവസാനം നിന്നു. അവരെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസുകാരൻ വന്ന് മാഡം മുന്നിൽ പോയി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. മുമ്പിൽ നിന്ന് എല്ലാ ആളുകളും കഴിഞ്ഞ് അവരവരുടെ ഊഴത്തിന് മാത്രം വോട്ട് ചെയ്തു. അതേസമയം തന്നെ മയിലാടുംതുറൈ പിന്നെ വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, നിലവിലൊരു MP ആയ പിന്നെ DMKയുടെ കനിമൊഴി ആ ബൂത്തിലേക്ക്, അവരുടെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോലീസുകാരെല്ലാം കൂടെ ആദരവൂടെ, കാരണം ചീഫ് മിനിസ്റ്ററുടെ സഹോദരിയാണ് വന്നിരിക്കുന്നത്, അവരൊരു ക്യൂവിൽ വന്ന് നിന്നു. പക്ഷേ ക്യൂവിൽ നിന്ന് അവരെ വിളിച്ചിറക്കി കൊണ്ടുപോയി മുമ്പിൽ നിന്ന ഒരു 100 പേരെ മറികടന്ന് അവർ വോട്ട് ചെയ്തിട്ട് പോയി. ഈ 2 ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മാറി വരുന്ന രാഷ്ട്രീയത്തിൽ എവിടെയാണ് വിനയം, എവിടെയാണ് പിന്നെ പൊതുജന മാന്യത, പൊതുജനങ്ങളെ മാനിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടറിയുന്നതാണ്. ഇവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും തത്വശാസ്ത്രവും എന്തോ ആകട്ടെ, മനുഷ്യത്വം, വിനയം, സ്നേഹം, ദീനാനുകമ്പ എന്നീ ഗുണങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു സമൂഹം എത്ര കഷ്ടമായിരിക്കും. ഏതായാലും ശനിയാഴ്ച രാത്രി നമ്മൾ കണ്ടത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും പക്വത കുറഞ്ഞ വ്യക്തി കൂടിയാണ് അവിടെ പെർഫോം ചെയ്തതെന്ന് തോന്നുന്നു. മാത്രമല്ല ഈ മേയർ പറഞ്ഞത് പലതും പച്ചക്കള്ളമായിരുന്നു എന്നൊരു സംശയം അതുകൊണ്ട്. അതെ, അടിക്കടി ഒന്നിന് പിറകെ ഒന്നായി യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർ നുണ പറയുകയാണെന്ന് ഏത് ശിശുവിനും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഇപ്പോൾ എല്ലാം ക്യാമറയിൽ പതിയാണല്ലോ. ഇടതുവശത്തെ കൂടെ കയറ്റി വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതറിയും, അതിൻ്റെ മുമ്പിൽ സീബ്ര ക്രോസിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതറിയും. അതെല്ലാം എല്ലാവരും അറിയണമെന്ന് മനസ്സിലാക്കിയിട്ടും ഇവർ ഈ നുണ പറഞ്ഞ് സായുജ്യം അടയണം എന്തുകൊണ്ടാണെന്നുള്ളത്. ബസ്സിനകത്തെ പിന്നെ CCTV ക്യാമറയുണ്ട്, ആ ക്യാമറയുടെ പിന്നെ മെമ്മറി ചിപ്പെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് ആരാണ് എടുത്തുകൊണ്ട് പോയെന്നുള്ളതിനെ പറ്റി അധികം ആലോചിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിൽ ഒരാൾ മൊബൈലിൽ ഇതൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ നടന്നതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മൊബൈലിൽ ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ നിർബന്ധിച്ച ആൾക്കാരുടെ തന്നെ താല്പര്യപ്രകാരമായിരിക്കുള്ളൂ ഈ മെമ്മറി ചിപ്സും കാണാതെ ആയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ഒരു നഗരത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആൾ പിന്നെ MPയേക്കാൾ തൊട്ട് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പദവി. അപ്പോൾ ഈ MP വരുന്ന പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അധ്യക്ഷയോ ഉദ്ഘാടകയോ ആകേണ്ടത് മേയറാണ്. പിന്നെ മേയറെ അഭിസംബോധന ചെയ്യുന്ന വർഷിപ്പുൾ മേയർ, ആരാധ്യയാണ്. അപ്പോൾ അത്രയും ആരാധ്യമായ ഒരു സ്ഥാന പദവി വഹിക്കുന്ന ആൾ. സോ ഷീ എക്സ്പെക്ട്സ് പീപ്പിൾ ടു വർഷിപ്പ് ഹർ. അതെ, അതിൻ്റെ മഹിമ എന്ന് പറയുന്നത് അതിൻ്റെ എളിമയായിരുന്നു. നമ്മൾ പണ്ട് പറയുമായിരുന്നു, തിരുവിതാംകൂർ രാജാവിനോളം എളിമയുള്ള ഒരാളും ആ രാജ്യത്തെ പ്രജകളുടെ കൂട്ടത്തിലില്ല. അപ്പോൾ രാജാവ് അത്രയും വിനയാന്വിതനായി പെരുമാറുന്ന എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന് നൈസർഗികമായി കിട്ടിയ ഒരു ഗുണമായിരിക്കാം. അതേസമയം ആ നൈസർഗിക ഗുണം ആർജിച്ച് അദ്ദേഹം തലമുറകളായി കൈമാറി.
നമ്മൾ അധികാരമണ്ഡലത്തിലിരിക്കുന്നവർ വിനയാന്വിതരാകേണ്ടത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. ഇത് മനസ്സിലാക്കാതെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തിരിച്ച് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന അവസ്ഥ ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ തരം എന്താണ് ഒരു മേയർ, എന്തല്ല ഒരു മേയർ എന്നുകൂടി ഈ ഇത്തരം പദവികളിലെത്തുന്നവർ തിരിച്ചറിയേണ്ടതാണ്. അവർക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ മേയറാകുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിന് ഏറ്റവും പ്രായമുള്ള ആളിൻ്റെ വിവേകം കൂടി വേണം. ആ വിവേകം ഉണ്ടാക്കാൻ അവരെ അതിന് നിയോഗിക്കുന്ന പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ കെടുതിയാണ് ഇത്. ഇവർ ഇപ്പോൾ അവരോടൊപ്പം അവരുടെ ഹസ്ബൻഡ്, ഭർത്താവ്, ഒരു MLA കൂടി ഇതിനകത്ത് ഇൻവോൾവാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും അധികം ആരും പറയുന്നില്ല. സച്ചിൻ ദേവ് എന്ന MLA ആ ബസ്സിനുള്ളിൽ കയറി 15 യാത്രക്കാരെ ഇനി ഈ ബസ് പോകില്ല എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു എന്നുണ്ട്. പക്ഷേ എനിക്ക് സങ്കടം തോന്നുന്നത് ഈ 15 പേരിൽ ഒരാൾ പോലും ആ നടപടിയെ ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യണമായിരുന്നു. അവരൊരു പക്ഷേ അപ്പോഴേക്കും DYFIക്കാരെയും SFIക്കാരെയും ഒരു ക്രൗഡിനെ അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജനത്തിന് പേടിയല്ല. അല്ല, ജനങ്ങൾക്ക് ഈ ഭരണത്തിലിരിക്കുന്നവരോട് ഈ ദാസ്യഭാവം എന്തിനാണ്? നമ്മൾ ഈ MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും നമുക്ക് വേണ്ടി ഒരു ഹ്രസ്വകാലത്തേക്ക് ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ജനങ്ങളാണ് തീരുമാനിച്ചത് നീ ഇത്ര കാലം അവിടെ ഇരിക്കുക എന്ന്. ഈ നമ്മുടെ നാട്ടിലുള്ള ഇത് വിദ്യാഭ്യാസം കിട്ടിയ ഒരു സമൂഹമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ഒരു സാധാരണ മന്ത്രിയെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്ന എന്തിനാണ്? സാറേ, നേതാവേ എന്നൊക്കെ പറഞ്ഞ് വീണ് വണങ്ങി തൊഴുത് പുഴുവിനെ പോലെ എഴയുന്ന തരത്തിലുള്ള അടിമ മനോഭാവം മലയാളിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ അവസ്ഥ മാറണം. തിരിച്ച് ആ നേതാവോ ആ മന്ത്രിയോ നമ്മളെയാണ് ബഹുമാനിക്കേണ്ടത്. നമ്മളാണ് അവൻ്റെ യജമാനൻ. അതെ, മാത്രമല്ല അവർ മൊത്തം ജനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു കളഞ്ഞല്ലോ. അവിടെ അതിൽ യാത്ര ചെയ്യുന്ന അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റിയില്ല. പിന്നെ വേറെ വണ്ടി വിളിച്ചു പോകണം. പിന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാവരെയും ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഈ അവർക്ക് ഇപ്പം നാളെ ഒരു കാര്യം ആലോചിക്കുക. നാളെ 1 ഡേ ക്രിക്കറ്റ് ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു കണ്ടക്ടർക്ക് തോന്നാണ് എനിക്ക് പോയി ഇന്നത്തെ മാച്ച് കാണണമെന്ന് തോന്നി വണ്ടിയുടെ കിറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവർ കാണിച്ച പോലെ തോന്നിയ പോലെ ഇട്ടിട്ട് പോകല്ലേ ചെയ്തു. അല്ല, അവനൊരു ഉദ്യോഗസ്ഥനാണ്, അവൻ ആൻസറബിളാണ്, അവനോട് ചോദിക്കാൻ ആളുണ്ട്. അതെ. പക്ഷേ ഒരു രാഷ്ട്രീയ ഭരണാധികാരി അതിനേക്കാൾ കൂടുതൽ ജനസേവന തൽപരനാകേണ്ടതല്ല. ഇത് പിന്നെ അങ്ങനെ വരുന്നില്ല. പിന്നെ ഈ 15 യാത്രക്കാരും ഇങ്ങനെയൊക്കെ പെരുമാറി അവർക്ക് ഭയം. അല്ല, ഞാൻ ആലോചിക്കുന്നത് തിരുവനന്തപുരത്തുകാർ ഇത്ര പാവങ്ങളാണോ? ആ 15-ൽ ഒരാളെങ്കിലും ഞാനൊരു നിശ്ചിത ദൂരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ പേരൂർ കടയ്ക്ക് ഇല്ലെങ്കിൽ പട്ടത്തേക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എനിക്ക് അവിടെ പോകണം. നിങ്ങൾ MLA ആണെന്ന് പറയുന്നുവല്ലോ, എന്നാൽ ഈ വണ്ടിക്ക് പോകാൻ പറ്റില്ലേ? വേറൊരു വണ്ടി ഏർപ്പാട് ചെയ്യും. രാത്രി 10 മണിയാണ്. ഞങ്ങളിനി എങ്ങനെ പോകും? ഞങ്ങൾക്ക് വേറെ വണ്ടി പിടിച്ചു തരാൻ പറയണം. ഇത്രയെങ്കിലും സംസാരിക്കാൻ നാവില്ലേ ഇവർക്ക്? ഈ യാത്രക്കാർക്ക് നാവില്ലാതെയായിപ്പോൾ. പക്ഷെ അതിൽ ഒരാൾ തിളങ്ങിയെന്നു. ആ തിളങ്ങിയെന്നത് ആ ഡ്രൈവറാണ്. അതെ അതെ അതെ. ഡ്രൈവറോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അദ്ദേഹം മറുപടി കൊടുക്കും. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഫാദറിനെ വിളിച്ചതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേപോലെ അങ്ങോട്ട് മറുപടി പറഞ്ഞു. സാധാരണ ആരും ധൈര്യപ്പെടില്ല. പിന്നെ അതുകൂടാതെ ഇവരുടെ സ്ഥാനമാന മഹിമകളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ MLA ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഒരു മാസം ശമ്പളമൊന്നും വാങ്ങിച്ചതാ. അങ്ങനെ ഓരോന്നിനും അദ്ദേഹം ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് മറുപടി പറയുന്നുണ്ടായിരുന്നു. അതെ, അതാണ് ഒരു സാമാന്യ ബോധമുള്ള പൗരൻ ചെയ്യുന്നത്. അതിനുശേഷവും ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല, യാതൊരു കൂസലുമില്ല. അദ്ദേഹം കോടതിയിലേക്ക് പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിനും കൃത്യമായ മറുപടിയും പറയുന്നുണ്ട് അദ്ദേഹം. മാത്രവുമല്ല, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ എന്ന് പറയുന്ന പോലെ 720 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്നും ഇത്രയും ധൈര്യം നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആരൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന് പകരം ഈ ഒരാളുടെ ധൈര്യം അതൊരു പ്രതീക്ഷ. അതാണ് ആ 15 പേര് യാത്രക്കാരായി ഉണ്ടായിരുന്നവരുടെ തിരിച്ചറിവില്ലായ്മ ഈ ഒരൊറ്റ ആളിലൂടെ നികത്തപ്പെട്ടു. അതിൻ്റെ പ്രയാസങ്ങളാണ് ഇപ്പോൾ അയാൾ നേരിടുന്നത്. അയാളുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്.
അയാൾക്കെതിരെ വ്യവഹാരം വരുന്നു, അയാൾക്കെതിരെ ഇല്ലാത്ത സംഭവങ്ങൾ ഉന്നയിച്ച് കേസെടുക്കാൻ. പിന്നെ ഈ പറഞ്ഞ ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇറ്റ് ഈസ് ഷിയർ നോൺസെൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, പുറത്തുനിന്ന് ഒരാൾക്ക് അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം, അതായത് വക്കീലിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടാവും സംഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ വക്കീൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഇടതുവശത്തേക്ക് കൂടെ വണ്ടി കയറ്റുന്നതും മുമ്പിൽ കൊണ്ടുപോയി വണ്ടി ഇടുന്നതും ഈ വണ്ടി തുറന്ന ആൾക്കാരെ പറഞ്ഞയക്കുന്നത്, ഇതെല്ലാം എവറിത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ. അപ്പോൾ പിന്നെ പിടിക്കാവുന്ന മാർഗമാണ് സ്ത്രീത്വം. ആ സ്ത്രീത്വം കയറി പിടിച്ചേക്കാണ് അവസ്ഥ. അത് പിന്നെ ഒരു കച്ചിത്തുരുമ്പാണ്. അത് മാത്രമല്ല, അത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള പ്രത്യേകിച്ചും CPM-ലുള്ളവർ ജയിക്കാനായിട്ട് എപ്പോഴും ലൈംഗികാപവാദം എടുത്ത് പ്രയോഗിക്കും. കാരണം മനുഷ്യൻ അസ്തമിച്ചു പോകുന്ന ഒരു ട്രംപ് കാർഡ്, അതെടുത്ത് പറഞ്ഞാൽ അവൻ്റെ വായടപ്പിക്കാം എന്ന്. എന്നാൽ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തെളിവ് എവിടെ? തെളിവ് വരേണ്ടിയിരുന്ന പിന്നെ CCTV ക്യാമറ എല്ലാം തകർത്തു. അതിൽ നമുക്ക് വേറെ ആരെയും സംശയിക്കാൻ പറ്റില്ല, ഇവർ തന്നെ ചെയ്തതായിരിക്കും ആകാനല്ലേ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ മൊബൈലിൽ പിടിക്കുന്നത്. തെളിവുകളും നശിപ്പിച്ചു. പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തെളിവ് നശിപ്പിക്കലാണ് ഇതിനകത്ത് വലിയൊരു ഘടകം. പിന്നെ പോലീസുകാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. പോലീസ് പിന്നെ അയാളുടെ പേരിലാണ് കേസെടുത്തു. അതെ, സത്യത്തിൽ അത് അയാളുടെ പേര് കേസെടുത്തു, അയാൾ കൊണ്ടുപോയി എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ അവർ ഗവനിക്കണമില്ല, കണ്ടമട്ട് കാണിക്കുന്നില്ല. അയാളുടെ പരാതിയിൽ കേസില്ല. ഇത് ഒരു സാമാന്യ ജനത്തിന് ഇവിടെ ജീവിക്കാൻ പ്രയാസകരമാകുന്നു. പൊളിറ്റിക്കൽ ഗൂണ്ടാസിൻ്റെ ഒരു രാജായി കേരളം മാറുകയാണ്. ഇത്തരം നൈതികമായ ചോദ്യമാണ്. പിന്നെ ഇവരുടെ മാർക്സിസ്റ്റ് നേതാക്കൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അത് ന്യായീകരിക്കണം, അതാണ് അവരുടെ ദൗത്യം. ആയിക്കോട്ടെ, അത് ഒരു തെറ്റും ശരിയും തമ്മിലല്ല അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആൾക്കാർ പറയണതൊക്കെ ശരി, മറ്റവർ പറയണതൊക്കെ തെറ്റ്, അങ്ങനെയാണ് തെറ്റും ശരിയും തമ്മിൽ അവർ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അതാണ് അതിലൊരു പ്രശ്നം. അല്ല, അതാണ് ഞാൻ ഇൻഫാളിബിളാണ് എന്ന് കരുതുന്നത്. അത് ജനാധിപത്യമല്ലല്ലോ. വാസ്തവത്തിൽ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് CPM-ൻ്റെ ആൾക്കാർ വന്നിരുന്ന് ന്യായീകരിക്കാൻ അവർക്കൊരു ചളിപ്പം തോന്നുന്നില്ലോ എന്നുള്ളതാണ് അത്ഭുതം. അതല്ലേ, പൊതുസമൂഹം കൃത്യമായ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നില്ല. അതാണ് ഇതിനകത്തെ അടിസ്ഥാന കാര്യം. കാരണം ജനങ്ങളിൽ പകുതി ആളുകൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണ്. അവർ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഇതിൽ സാമാന്യേന നിഷ്പക്ഷമതികളും യുക്തി ചിന്തയുള്ളവരും വിദ്യാഭ്യാസ ബോധമുള്ളവരും ഈ വരുന്ന ബാക്കി 50%-ൽ ഈ 10-20% ഉള്ളൂ. അതൊരു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തെ ആരും കേൾക്കണം, ഇതാണ് അവരുടെ ഒരു സങ്കല്പം. പക്ഷേ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, മാധ്യമങ്ങളാണ് അവരെ സഹായിക്കേണ്ടത്. ആ സമയത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരേണ്ടത് നമ്മളെപ്പോലെയുള്ള ആളുകളും മാധ്യമങ്ങളുമാണ്. പിന്നെ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും അതേപോലെ സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെൻറ്റും പിന്നെ CCTV ക്യാമറയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതൊക്കെ മൂലം രാഷ്ട്രീയക്കാരെന്ത് തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ ജനശ്രദ്ധയിൽ എല്ലാ തട്ടിപ്പും കളവും പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പരിഹാരം ഇതിനുണ്ടാവും. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യത്തെ വ്യവസ്ഥ അർത്ഥവത്തായി തീരുന്നത് ട്രാൻസ്പെറൻസി വരുമ്പോഴാണ്. ഇപ്പോൾ പാർലമെൻറ്റ് നടപടികൾ ടെലിവൈസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണല്ലോ നമ്മുടെ MP-മാരുടെ പുട്ട് പുറത്തായത്. ആരാണ് കൊള്ളാവുന്നതെന്നും ആരാണ് എന്താ ചെയ്യുന്നതെന്നും എല്ലാവരും തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ജനങ്ങൾ കാണുകയാണ് പെർഫോമൻസ് വൈസ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ ജനങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റും. അതുകൊണ്ട് വളരുന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ ജനാധിപത്യം കൂടുതൽ കരുത്തുള്ളതായി തീരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.